ഇത് அப்படின்னு இப்போ அந்த ஹம்மிங் வந்தாலே ആ പാട്ട് എന്താണ് ആർക്കും അറിയില്ല. അത് ഇപ്പൊ ജസ്റ്റ് ഹോൾഡ് ഈസിയാச்சு. അപ്പോൾ ഇത് കമ്പോസിങ്ങിൽ ഇങ്ങനെയാണ്. ഇത് എന്താ മനസ്സിലാവണം? So I always think அவங்கள பாவம் என்ன ரொம்ப நம்பிக்கை வச்சுட்டு அது நல்லா வரும் பாட்டு ஓகே ചെയ്യുന്നത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് കേട്ടാൽ തന്നെ അറിയാം. അതിന്റെ ഫൈനൽ എനിക്കറിയാം ഈ പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്യണമെന്ന്. ബട്ട് പക്ഷേ കമ്പോസിംഗിൽ എന്നോടൊപ്പം ആരും ഇല്ല. യൂഷ്വലി ഐ ഡോണ്ട് ഹാവ് എനി, ദർ ഇസ് നോ വൺ, ഓൺലി മൈ ഹാർമോണിയം ആൻഡ് മൈസെൽഫ്. ആൻഡ് ഇതാണ് അവർ കേൾക്കുന്നത്. ഒരു ട്യൂണായിട്ട് അരുൺ ബോസ് വന്ന് ഹീസ് ലൈക്ക് ദിസ്, ഇത് ശരിയാണോ, ഈ പാട്ട് കറക്റ്റായിട്ട് വരുമോ എന്താണ്. ബട്ട് ഓൾ സോങ്സ് ആർ ലൈക്ക് ദാറ്റ്, നോ. എല്ലാ പാട്ടുകളുമേ അതുപോലെ തന്നെ. ഇപ്പൊ ഇത് அப்படின்னு இப்போ அந்த ഹമ്മിങ് വന്നാലേ ആ പാട്ട് എന്താണ് ആർക്കും അറിയില്ല. അത് ഈ പാട്ട് എങ്ങനെ വരും. സോ all the credit goes to the directors who have okayed in a believe ചെയ്ത directors. So ഇപ്പൊ ഒരു രാത്രി കൂടി വിഴവാനവേ ഒരു പാട്ട് മൂളി വീഴവേ പതി അതിൽ ഇരിക്ക്. സോ ഇതിൽ വന്ന് മൈ ക്രെഡിറ്റ് ആസ് എ ട്യൂൺ ഇസ് ദർ, ബട്ട് ഐ ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു ദ ലിറിസിസ്റ്റ് ഓൾസോ. സോ one big hand for Girish. All my songs have been, he has partaken maximum number of songs. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ പടം തിരുമേനി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അലീന പാട്ട് എഴുതിയത് തിരുമേനിയാണ്. പാട്ടിൻ്റെ പേരിലൊരു സിനിമ വരുന്നു. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എത്തിച്ചേരാൻ കഴിയുക, അതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ്. ആ സിനിമ തുടങ്ങിയപ്പോൾ സമരൻ ബദ്രഹം തുടങ്ങുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്തത് ഈ പാട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. കാരണം ആ പാട്ടിലൂടെ ആ വീട് മൊത്തമായിട്ട് അവർ പെയിൻറ്റ് ചെയ്ത് ഒരു പുതിയതാക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ പാട്ടിനകത്തുള്ളത്. അതുകൊണ്ട് ആ വീട്ടിൻ്റെ ഒരു പഴയ ഫോമിൽ നിന്നും അതിനെ അവർ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ മാരിവില്ലിൻ്റെ ഒരു തീമായിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ വിദ്യമായിട്ട് ചെയ്തത് പ്രണയവർണ്ണങ്ങളാണ്. 5 സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് ആ സിനിമയിൽ എനിക്ക് വിദ്യ തന്നത്. അതേ സമയത്ത് തന്നെ സിയാദിൻ്റെയും ആദ്യത്തെ സിയാദുമായിട്ടും വിദ്യ ഈ ഡിസംബറിൽ തൊട്ട് മുമ്പ് ചെയ്ത അറുപത്തൂർക്കനാണ്. അതിലും ഹിറ്റ് പാട്ടുകൾ മാത്രമായിരുന്നു. ഈ സിനിമയിൽ വീണ്ടും 5 സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് നൽകുന്നത്. തുടർന്നും ഞങ്ങൾ ചെയ്ത ദേവദൂതലിലും 5 വലിയ സെൻസേഷനായിട്ടുള്ള പാട്ടുകൾ തന്നെ. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഘട്ടം എൻ്റെ കമ്പോസിങ്ങാണ്. പ്രത്യേകിച്ചും വിദ്യയുമായിട്ട് ചെയ്യുമ്പോൾ വർഷവല്ലിക്കലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലെ കമ്പോസിങ് റൂം എന്ന് പറയുന്നത് നിലത്ത് മെത്തയൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ വലിയ രാജകീയമായിട്ടാണ് ഞങ്ങളെല്ലാവരും പകുതി കടന്നാണ് കമ്പോസ് ചെയ്യുക. ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സെഷനാണ് കമ്പോസിങ് എന്ന് പറയുന്നത്. ഒരു പാട്ട് എങ്ങനെയാണത് ഫോം ചെയ്ത് വരുന്നത് എന്നുള്ളത്. അന്നൊക്കെ വിദ്യ നമ്മുടെ ഗിരീഷ് പത്തഞ്ജലി ഫസ്റ്റ് നമ്മൾ കമ്പോസ് ചെയ്ത് ഈ പ്രണയവർണ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോ
വിരൽ നീട്ടി പറയുന്ന കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിദ്യാപുരത്ത് പോയിട്ട് വരികളായിട്ട് വരികയാണ്. കണ്ണാടി കൂടി ഇങ്ങോട്ട് ഇതൊക്കെ ഓരോന്ന് പെട്ടെന്ന് ഒരു ദിവസം 2-3 പാട്ടൊക്കെ ഇവിടെ കമ്പോസ് ചെയ്ത് വരുന്ന ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ ഞാൻ വിധേയമായിട്ടുള്ള ഓരോ കമ്പോസിങ്ങും എനിക്കിങ്ങനെ മറക്കാത്ത ഒരുപാട് വലിയ മധുരമുള്ള ഓർമ്മകളാണ്. ദേവദൂതൻ്റെ കമ്പോസിങ്ങിനായിട്ടും അതിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ഇന്നത്തെ ഫോമിലല്ല, മോഹൻലാൽ വരുന്നതിന് മുമ്പ് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കഥയായിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്തത്, അത് കൺസീവ് ചെയ്തത്. ആ സമയത്ത് അതിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ വിദ്യാനെ വരുത്തി ഞങ്ങളിവിടെ ഇരുന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിൻ്റെ മ്യൂസിക്കൽ ഏരിയയിലുള്ള സജഷൻസൊക്കെ വിദ്യയിൽ നിന്ന് കിട്ടി. എന്നിട്ടാണ് അത് സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോയത്. പക്ഷേ ഫൈനൽ ഡ്രാഫ്റ്റ് വന്ന് മോഹൻലാൽ വരുന്നൊരു കഥയായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴും അതിൻ്റെ റെക്കോർഡിങ് കമ്പോസിങ്ങിന് വേണ്ടി വിദ്യ എറണാകുളത്ത് വന്ന് ഇരിക്കുകയാണ്. അന്ന് വിദ്യ വരുന്ന ദിവസം ഞാനും സിയാദും കൂടെ ബോംബെയിൽ ആ ജയപ്രദ ചെയ്ത വേഷത്തിന് വേണ്ടിയിട്ട് ഹിന്ദി നടി രേഖയാണ് നമ്മൾ സമീപിച്ചത്. അപ്പോൾ അവരെ കാണാൻ അന്നായിരുന്നു അപ്പോയിൻമെൻറ്റ്. ഞങ്ങൾ രാവിലെ ബോംബെക്ക് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് 11 മണിക്കുള്ള ഫ്ലൈറ്റ്. വിദ്യ രാവിലെ 9:30 ആകുമ്പോൾ എത്തുന്നു. വന്ന് ഒരു അരമണിക്കൂർ വിദ്യയുമായിട്ട് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി താഴെ വരുമ്പോൾ വിദ്യ പറഞ്ഞു ഈ ഒരു ട്യൂൺ കേട്ടിട്ട് പോകോളാൻ പറഞ്ഞു. അതാണ് കരളെ നീ കൈപിടിച്ചാൽ. ആ കൂട്ടത്തിൽ പാടുക മാത്രമല്ല 4 വരി കൈതപ്പുറം എഴുതി കഴിഞ്ഞിരുന്നു. അത്ര വലിയ ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാം മുകളിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളാണ്. ഈ സിനിമയ്ക്കും ഇതേപോലെയുള്ള അനുഭവം ചെയ്യാതെ ഇപ്പോൾ ഷെയർ ചെയ്തു. കമ്പോസിങ് ഇന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പാട്ടുണ്ടാകുകയാണ്. അത്തരം വലിയ ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഈ ഒരു ടീമിനും ഈ ഒരു സിനിമ ആ രീതിയിൽ വലിയൊരു അനുഭവം ആയി തീരട്ടെ. സന്തോഷം നിറഞ്ഞ വിജയം ഒരുപാട് വലിയ അപ്രീസിയേഷൻസ് ലഭിക്കുന്ന വലിയ സക്സസ് ആകുന്നൊരു സിനിമയായിട്ട് മാറട്ടെ. ഇത് സിയാദിൻ്റെ പുതിയ തലമുറ നിർമ്മാതാവിൻ്റെ ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു.